ഓയിൽ തെറിച്ച് ഓയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഓയിൽ നല്ലോണം തെറിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സാധനം വെച്ച് ഫിറ്റ് ചെയ്തിട്ട് എഞ്ചിൻ ഓക്കെ ആയില്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പുകയും കാര്യങ്ങളും എല്ലാം പോയി, ഒരു പ്രശ്നവുമില്ല, എല്ലാം ക്ലീനായി. കണ്ടോ, ഇനിയിപ്പം ഓയിൽ അടിക്കത്തില്ല, എത്ര നേരം നിന്നാലും ഓയിൽ അടിക്കത്തില്ല. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളടുത്ത് ഇന്നൊരു വണ്ടി വന്നിട്ടുണ്ട്. എഞ്ചിൻ പണിയായിട്ട് വന്നേക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, എഞ്ചിൻ പണിയായിട്ട് വന്നേക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ബ്ലോ ബൈ വരുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഒരു എയർ അടിക്കുന്നതും ഓയിലെല്ലാം കൂടി നമ്മൾ ഡിപ്സ്റ്റിക്കിൻ്റെ ഹോളിൽ കൂടെ ചറപറ അടിക്കുന്നതെല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെ എഞ്ചിൻ പണിഞ്ഞ് റെഡിയാക്കാം എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന് എന്താണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മൾ എഞ്ചിൻ്റെ വർക്ക് കാണിച്ചേക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തവനെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിപ്സ്റ്റിക്ക് അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ കണ്ടോ, ഇനി ഇതിൽ ചറപറ ഓയിൽ വന്നു തുടങ്ങും. ഇതിലിപ്പോൾ നല്ല രീതിയിൽ എയർ അടിക്കുന്നുണ്ട്. ഓയിൽ വരുന്നുണ്ടോ, ഓയിൽ തെറിച്ച് ഓയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഓയിൽ നല്ലോണം തെറിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഓഫ് ചെയ്തവനെ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്തുവാണ് എന്നുള്ളത് നോക്കാം. സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പം കാണുമ്പോഴത്തേക്ക്, ഈ ഒരു അവസ്ഥയെ കാണുമ്പോഴത്തേക്ക് പൊതുവേ ഇത് എഞ്ചിൻ പണിയാണ് എന്നുള്ളത് നമുക്ക് തോന്നും. എന്നാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ പണിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2-3 കാര്യങ്ങൾ നോക്കണമെന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്ന കാര്യം വെച്ചാൽ PCV യൂണിറ്റിൻ്റെ ലൈൻ ഊരി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഊരി ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഇതിൽ ഓയിലടിക്കില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് ഈ ഒരു ഓസ് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ വന്ന ഒരു അനുഭവം വെച്ചിട്ട് അപ്പോഴന്നെ നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു. സംഭവം വേറൊന്നുമല്ല, ഈ ഒരു PCV ഉണ്ട്, പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ വരുന്നതിൽ ഓയിൽ സെപ്പറേറ്റ് വരുന്ന ഈ ഒരു ലൈൻ കണ്ട, ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിപ്പം ഈ ഒരു PCV വെച്ചേക്കുന്ന പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ വെച്ചേക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. എഞ്ചിൻ സൈഡിൽ വരുന്ന ചെറിയ ബ്ലോ ബൈ, അതായത് എത്ര നല്ല എഞ്ചിനാണെങ്കിലും ചെറിയൊരു ബ്ലോ ബൈ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്രാങ്കേസിലുണ്ടാകുന്ന ചൂടായി കഴിയുമ്പോൾ ഓയിലിൻ്റെ സൈഡിൽ മറ്റോ ഉണ്ടാകുന്ന മർദ്ദം കുറയ്ക്കാനായിട്ട് കൊടുത്തേക്കുന്ന ലൈനാണ്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു PCV ലൈൻ വരുന്നത് ബ്ലോക്കാണ്. ഈ ഭാഗം ഒന്നുമല്ല ബ്ലോക്ക്, പുതിയ ഹോസിൻ്റെ ഭാഗം ബ്ലോക്കാണ്. ഇതിനെ വിരലിട്ടാൽ അകത്തോട്ട് പോത്തില്ല. കണ്ടോ, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവം. മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ ചിലവരൊക്കെ നമ്മളെ കളിയാക്കിയിരുന്നു, അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ അകത്തുള്ള ഹോള് അടവാണ്. അതായത് ഇതിനകത്ത് വരുന്ന, എഞ്ചിൻ്റെ അകത്ത് വരുന്ന മർദ്ദം നേരെ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി പോകില്ല. ആ ഒരു മർദ്ദം എഞ്ചിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഒരു ഭാഗത്തോടൊക്കെ ഉണ്ടാകും, ഇവിടെ വരുന്ന ഓയിൽ സീലും കാര്യങ്ങളൊക്കെ തള്ളിപ്പോയിട്ടുണ്ട്. ഈ കസ്റ്റമറിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു ഭാഗത്തൂടെ ഓയിൽ സീലിൻ്റെ മർദ്ദം തള്ളിപ്പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രാങ്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഓയിൽ സീലിൻ്റെ ഭാഗത്തൂടെയൊക്കെ തള്ളി വന്നിരുന്നെങ്കിൽ കൂടുതൽ ചിലവിലേക്ക് പോയേനെ. ഇതിപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൂടെ ഇനിയിപ്പം ഓയിൽ അടിക്കാനുള്ള സാധ്യതയില്ല. ഈ കാണുന്നത് ഇത്തരത്തിൽ പ്രഷർ കയറി ഈ ഒരു ഓയിൽ സീലിൻ്റെ ഭാഗത്തൂടെ ഓയിൽ പുറത്ത് ചാടിയതാണ്. അതായത് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനിൽ ഓടിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ചെറിയൊരു ശ്രദ്ധക്കുറവ് മാത്രമാണ്, പക്ഷേ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലോട്ട് പോയേനെ. ഇങ്ങനെയിട്ട് ഓടിയിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലോട്ട് പോയേനെ. ഞാൻ ജസ്റ്റ് ഈ ഒരു ഓസ് ഊരി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത്തരത്തിൽ ഓസ് മാറുമ്പോഴത്തേക്ക് ആ ഒരു ഹോളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തുറന്നിരിക്കുകയാണോ എന്നുള്ളത് ചെക്ക് ചെയ്തോണം. ഇതൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറയുമ്പം ചില സാറന്മാർ കളിയാക്കാൻ വരും. നമ്മൾ ഊരിയെടുത്തു. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കേ, ആ ഒരു ഹോള് ഇവിടെ ഇല്ല. കണ്ട, എം ടി ആണ്, ഹോൾ അടഞ്ഞിരിക്കുന്ന കണ്ട. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഈ വരുന്ന മർദ്ദം കൃത്യമായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലോട്ട് വീണ്ടും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ ആ വരുന്ന ബ്ലോബയുടെ ആണെങ്കിലും ആ ഹീറ്റായി വരുന്നതിൻ്റെ ആണെങ്കിലും ആ ഒരു മർദ്ദം നിന്നിട്ട് അത് റിട്ടേൺ, അതായത് ഇതിൻ്റെ ഓയിൽ സീലും മറ്റ് ഭാഗങ്ങളൊക്കെ തള്ളിപ്പോകാനും ടർബോ ഫെയിലിയർ ആവാനും അതുപോലെ തന്നെ എഞ്ചിൻ സൈഡിലുള്ള മറ്റ് ഭാഗങ്ങളിലൊക്കെ കംപ്ലയിൻറ്റ് വരാനും കംപ്രഷൻ ചേമ്പറിലോട്ട് ഓയിൽ കയറാനും ഒക്കെ ചാൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് കുറച്ചും കൂടി ഓടിയിരുന്ന ഒരു പക്ഷേ എഞ്ചിൻ പണിയിലോട്ട് പോയാൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി ഇടാം. വേറൊന്നുമില്ല, ഇതിൻ്റെ അകത്തുള്ള ഹോളൊന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളും ഇനി വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ഇതിൽ ഹോൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഹോൾ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യ. ഹോൾ കാണാൻ പറ്റുമോ? ഓക്കെ, അതിൻ്റെ അകത്തോടെ നോക്കുമ്പോഴത്തേക്ക് ഹോൾ കുറച്ചും കൂടെ നല്ലോണം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു.
വേണമെങ്കിൽ ഇതാ എൻ്റെ വിരൽ കണ്ടോ, ടിങ് 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 കണ്ടോ. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ സാധനം വെച്ച് ഫിറ്റ് ചെയ്തിട്ട് എഞ്ചിൻ ഓക്കെ ആയില്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഹോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പ്ലെയർ എടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്നതാ പ്രശ്നം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഓണർ ഈ ഒരു ക്ലിപ്പ് ലൂസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓയിൽ അടിക്കുന്നുണ്ട്. അതായത് ഇത് അല്ലേ അങ്ങനെയല്ലേ, ഇതിൽ എയർ ഓയിലും കൂടെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇത് ലീക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ക്ലിപ്പൊക്കെ ഇട്ട് മുറുക്കിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് ഇങ്ങനെ കിടന്നതുകൊണ്ട്, അതായത് ഈ ഒരു ഹോൾ അടവായത് കൊണ്ട് വന്ന വിഷയമാണ്. പിടിച്ചോനെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ആ ഒരു വിഷയം കാണിക്കുന്നുണ്ടോ, എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബ്ലോ ബൈയും പ്രശ്നവും കാര്യങ്ങളും വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പുകയും കാര്യങ്ങളും എല്ലാം പോയി, ഒരു പ്രശ്നവുമില്ല, എല്ലാം ക്ലീനായി. കണ്ടോ, ഇനിയിപ്പം ഓയിൽ അടിക്കത്തില്ല, എത്ര നേരം നിന്നാലും ഓയിൽ അടിക്കത്തില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ട് എൻജിൻ പണിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഓസിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ എൻജിൻ പണി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം നോക്കാതെ എൻജിൻ പണി എന്ന് പറഞ്ഞിട്ട് എൻജിൻ ഇളക്കി പണിഞ്ഞിരുന്നെങ്കിൽ ഒരു കാര്യവുമില്ലാതെ കസ്റ്റമറിൻ്റെ പൈസയും പോയേനെ, ചെയ്യുന്ന ആളുടെ സമയവും നഷ്ടപ്പെട്ടേനെ. അപ്പം ഈ ഒരു ഓസിൻ്റെ ഡാമേജ് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം വണ്ടിക്ക് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു എൻജിൻ പണിയുടെ വിശേഷങ്ങൾ. അപ്പം എൻജിൻ പണിയുള്ള വണ്ടി നമ്മളൊരു 10-15 മിനിറ്റ് കൊണ്ട് എൻജിൻ പണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണും. അതായത് ഈ വണ്ടിയുടെ, അല്ലെങ്കിൽ ഒരു വണ്ടി നിങ്ങളടുത്ത് വരുമ്പം ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ, പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൻ്റെയൊക്കെ വിഷയം കാരണം ബ്ലോ ബൈ കണക്കൊക്കെ കാണിക്കും, എൻജിൻ പണി കണക്കൊക്കെ കാണിക്കും. അപ്പോൾ എന്തായാലും ഈ ഓസിൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു, വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വണ്ടിക്കാരൻ്റെ കൊടുത്തുവിടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.